അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹധരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അൽ ഫത്താഹ് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഫത്താഹാണ് എന്ന് നേരിട്ട് ഒരു തവണയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബഇലെ 26-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത്, ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. ഇവിടെയാണ് അല്ലാഹു അവൻ ഫത്താഹാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രയോഗിച്ചത്. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? ഖുൽ, നബിയെ പറയണം, യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ്. നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവൻ നമുക്കിടയിൽ ഹഖ് പ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവൻ സർവജ്ഞനായ തീർപ്പുകാരനത്രേ. അവൻ ഫത്താഹാണ്, അവൻ തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ബഹുവചന രൂപത്തിൽ സൂറത്തുൽ അറാഫിൽ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. അവിടെ ഫത്താഹിൻ്റെ ബഹുവചന രൂപത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കണമേ. നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിൽ ഉത്തമൻ. നീ ഞങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യണം? തീർപ്പുണ്ടാക്കണം. തീർപ്പുണ്ടാക്കുന്നവരിൽ ഉത്തമൻ നീയാണ്. അപ്പോൾ ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് എന്താണ് ഫത്താഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിലെ പുറമെ ഹദീസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫത്താഹാണ് എന്ന് സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഫത്താഹി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദൽ ഫത്ഹു والشرح ليس له حد وقد أخذ كل مؤمن منه بحظ ففاز الأنبياء بالقسم الأعلى ثم من بعدهم الأولياء ثم العلماء ثم عوام المؤمنين എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കാര്യങ്ങൾ തുറന്നു കൊടുക്കുന്നവനാണ്, തീർപ്പുണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാ വിശ്വാസികൾക്കും അതിൽ നിന്ന് അവൻ്റെ ഫത്തഹിൽ അവൻ തുറന്നു കൊടുക്കുന്നതിൽ നിന്ന് ഒരു ഓഹരി ലഭിക്കും, എല്ലാവർക്കും ലഭിക്കും. പറയുന്ന എനിക്ക്, കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഫത്താഹാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓഹരി ലഭിച്ച ആളുകളാണ്, ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം പറഞ്ഞ പ്രവാചകന്മാർക്ക് വലിയ ഓഹരി ലഭിച്ചിട്ടുണ്ട്. അവർക്ക് ശേഷം ഔലിയാക്കൾ, പിന്നെ പണ്ഡിതന്മാർ, പിന്നെ സാധാരണക്കാരായ വിശ്വാസികൾ, എല്ലാവർക്കും അള്ളാഹു ഫത്താഹാണ് എന്ന് പറയുന്നതിൽ നിന്നുള്ള ഒരു ഓഹരി ഉണ്ട് എന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പം എന്താണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ഹാക്കിമുല്ലദി യഖ്ലി ബൈന ഇബാദിഹി ബിൽ ഹഖ് വൽ അദ്ലി ബി അഹ്കാമിഹി
ബി അഹ്കാമിഹി ശറഇയ്യതി വൽ ഖദരിയ്യ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ പദത്തിന് അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അതിന് ചില അർത്ഥങ്ങൾ, ചില വ്യത്യസ്തമായ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. എന്താണ് തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുക, അത് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള പ്രയോഗമാണ്. അങ്ങനെ തീർപ്പുണ്ടാക്കുന്നവരിൽ ഏറ്റവും നല്ല തീർപ്പുണ്ടാക്കുന്നവൻ, ഏറ്റവും നല്ല വിധികർത്താവ് അതാരാണ്? അത് ഫത്താഹായ അള്ളാഹുവാണ്. മനസ്സിലായി? അള്ളാഹു ഏറ്റവും നന്നായി തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. അള്ളാഹു ഹുവൽ ഹാകിമു ബൈന ഇബാദിഹി ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവാണ് ഇഹത്തിലും പരത്തിലും തൻ്റെ അടിമകൾക്കിടയിൽ നീതിയോടുകൂടി വിധി കൽപ്പിക്കുന്നവൻ. മനസ്സിലായോ? അള്ളാഹു ഫത്താഹാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അവൻ നീതിയോടുകൂടെ ഇഹത്തിലും പരത്തിലും വിധി കൽപ്പിക്കുന്നവനാണ്. ഇഹലോകത്ത് എങ്ങനെയാണ് പടച്ചവൻ വിധി കൽപ്പിച്ചത്? അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു, റസൂലുകൾ കടന്നു വന്നു, അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ നൽകി. ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് വേദഗ്രന്ഥങ്ങളിലുള്ളത് ഏറ്റവും നല്ല വിധികളാണ്, നിയമങ്ങളാണ്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്, തീർപ്പ് കൽപ്പിക്കലാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹുവൽ ഹാകിമു ബൈന ഇബാദിഹി. അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അവൻ്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നവൻ, തീർപ്പാക്കുന്നവൻ അള്ളാഹുവാണ്. നേരത്തെ 2 ആയത്തുകളിലും അള്ളാഹു അത് പറഞ്ഞു, വഹുവൽ ഫത്താഹുൽ അലീം, അതേപോലെ തന്നെ വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഈ 2 ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമമാണ് ഫത്താഹ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഫത്താഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് വിധി കൽപ്പിക്കുന്നവൻ, തീർപ്പുണ്ടാക്കുന്നവൻ. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം അദ്ദേഹം ദഅവത്ത് നടത്തി. രാവും പകലും അദ്ദേഹം ദഅവത്ത് നടത്തി. പതുക്കെ പറഞ്ഞു നോക്കി, ഉറക്കെ പറഞ്ഞു നോക്കി, എല്ലാ രീതിയിലും അദ്ദേഹം ദഅവത്ത് നടത്തി. പക്ഷെ ആ കൗമ് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ആ കൗമ് അദ്ദേഹത്തെ അവഗണിച്ചു, അദ്ദേഹത്തെ പരിഹസിച്ചു, ഉപദ്രവിച്ചു. ചരിത്രം നമുക്കറിയാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഖാല റബ്ബി ഇന്ന ഖൗമി കദ്ദബൂൻ. അള്ളാഹുവേ, പടച്ചോനെ, തീർച്ചയായും എൻ്റെ ജനത എന്നെ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു, അവരെന്നെ കളവാക്കുകയാണ്, എന്നെ അവർ അംഗീകരിക്കുന്നില്ല. അടുത്ത വാചകം എന്താ? ഫഫ്തഹ് ബൈനി വബൈനഹും ഫത്ഹൻ വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. എന്താ അള്ളാഹു പറയുന്നത്? അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീ ഒരു തുറന്ന തീരുമാനമെടുക്കുകയും എന്നെയും എൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. വേറെയും പ്രാർത്ഥന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയ കാണാൻ സാധിക്കും. ഖാല റബ്ബിൻ സുർനീൻ. ഖാല, പടച്ചോനെ, എന്നെ എൻ്റെ ആളുകൾ കളവാക്കുകയാണ്, അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണമെന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ അള്ളാഹു തീർപ്പുണ്ടാക്കുകയാണ്. എങ്ങനെ തീർപ്പുണ്ടാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ഒരു പ്രവാചകനെ ആ പ്രവാചകനെ പറയുന്നത് കേൾക്കാതെ നിരാകരിച്ചു. പ്രവാചകൻ നിരന്തരം പറഞ്ഞു, അംഗീകരിച്ചില്ല. ആ പ്രവാചകനെ ഉപദ്രവിച്ചു. അപ്പം അള്ളാഹു തീർപ്പുണ്ടാക്കി. എങ്ങനെ തീർപ്പുണ്ടാക്കിയത്? അള്ളാഹു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, വസ്നഇൽ ഫുൽഖ ബിഅയുനിനാ വവഹീന വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. അള്ളാഹു കൽപ്പിച്ചു, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കുക. അള്ളാഹു പറഞ്ഞു കപ്പലുണ്ടാക്കാൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽഖ ബിഅയുനിനാ വവഹീനാ ഫഇദാ ജാഅ അംറുനാ വഫാറത്ത് അന്നൂർ. അല്ലേ? നമ്മുടെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹി നാം വഹീ നൽകി നൂഹിന് എന്ത്? കപ്പലുണ്ടാക്കാൻ വേണ്ടി. അദ്ദേഹം കപ്പലുണ്ടാക്കി. അങ്ങനെ എന്ത് ചെയ്തു? പ്രളയമുണ്ടായി. അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു. ആ വാലിമുകളായ അക്രമികളായ ആളുകൾ അവരെന്ത് ചെയ്തു? അവരെ പിടികൂടി, അവരെ ആ പ്രളയം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രശ്നത്തിനൊരു തീർപ്പുണ്ടാക്കുകയാണ്. അവിടെ റബ്ബ് വിധി നടപ്പിലാക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല 2 ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ 2 വിഭാഗത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ അതിനെ തീർപ്പുണ്ടാക്കുന്നവനാണ് പടച്ചോൻ.
അതിൽ തീർപ്പുണ്ടാക്കുന്ന ഏറ്റവും നല്ല തീർപ്പുകാരനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലായില്ലേ? ഇത് ഒരർത്ഥമാണ്, ഫത്താഹ് എന്ന പദത്തിൻ്റെ ഒരർത്ഥമാണിത്. അല്ലാഹു ഏറ്റവും നല്ല വിധികർത്താവാണ്, ഏറ്റവും നന്നായി തീർപ്പുണ്ടാക്കുന്നവനാണ് എന്നുള്ളത് ഒരർത്ഥമാണ്. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീത്തുകളിൽ മക്ക വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത് യൗമുൽ ഫതഹ് എന്നാണ്. തുറവി ലഭിച്ച ദിവസം, വിജയത്തിൻ്റെ ദിവസം, അല്ലേ? വിജയമുണ്ടായ ദിവസം. എന്തായിരുന്നു മക്കയുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്, പ്രവാചകൻ വളർന്ന നാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് ആളുകൾ വിളിച്ച പ്രദേശം, പ്രവാചകനെ ഇഷ്ടപ്പെട്ട ആളുകൾ ചുറ്റും നിന്ന പ്രദേശം. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ മുഹമ്മദ് വന്നാൽ സന്തോഷിച്ചിരുന്ന ആളുകൾ, അവരുടെ ഇടയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുത്തു. ഫഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നിന്റെ അടുത്ത ആളുകളോട് നീ തൗഹീദ് പറയണം, താക്കീത് നൽകണം. നബി പറഞ്ഞു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ശത്രുവായി, പ്രവാചകൻ പ്രശ്നക്കാരനായി, പൂർവ്വ പിതാക്കളെ തള്ളിക്കളയുന്നവനായി, സാഹിറായി, അല്ലേ? എന്തൊക്കെ ഉപദ്രവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിൽ പോയി അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിക്കാൻ അനുവദിച്ചില്ല. യുദ്ധങ്ങൾ ഉണ്ടായി, പല യുദ്ധങ്ങളും കടന്നു വന്നു ഇസ്ലാമിൽ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി സ്വഹാബികളുടെ കൂടെ വരികയാണ്. നബിയെ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് തടയപ്പെട്ടു. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന ആളുകളുമായി ചർച്ച ചെയ്യാൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അവർക്ക് കൂടെ സ്വീകാര്യനായ, അവർ കൂടെ അംഗീകരിക്കുന്ന ഏറ്റവും പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചു. അദ്ദേഹം ചർച്ചക്ക് പോയി. പക്ഷേ അവർക്കൊരു വാർത്ത കിട്ടി, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ച സന്ദേശവാഹകനെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്, അവർ കൊന്നിട്ടുണ്ട്. അപ്പോഴാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്ന പ്രതിജ്ഞ എടുക്കുന്നത്. സ്വഹാബികൾ മരണം വരെ പോരാടുമെന്ന പ്രതിജ്ഞ എടുക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകരോട് മരണം വരെ പോരാടുമെന്ന ബൈഅത്തു റിദ്വാൻ നടക്കുന്നത്. പക്ഷേ അവർക്ക് കിട്ടിയ വിവരം തെറ്റാണ് എന്നവർക്ക് മനസ്സിലായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അവരിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളും തമ്മിലൊരു കരാറുണ്ടാക്കുകയാണ്. അതാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സന്ധി. അലി റളിയല്ലാഹു അൻഹുവാണ് മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് കരാർ എഴുതുന്നത്. ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് സുഹൈലാണ് കരാർ എഴുതുന്നത്. സുഹൈല് ആദ്യകാലത്ത് ഇസ്ലാമിൻ്റെ ശത്രുവാണ്, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയിൽ ഇസ്ലാമിനെതിരെ കരാർ എഴുതാൻ വേണ്ടി വന്ന സുഹൈലാണ്. അപ്പോൾ കരാർ എഴുതാൻ തുടങ്ങി. അപ്പോൾ നബി പറഞ്ഞു കൊടുത്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് കരാറിൻ്റെ തുടക്കവാചകത്തിൽ എഴുതി. അപ്പോൾ സുഹൈൽ ഇടപെട്ടു. സുഹൈൽ പറഞ്ഞു, ഖാല സുഹൈൽ അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹുവ വലാകിൻ ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ. അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു പടച്ചോനെ ഞങ്ങൾക്ക് അറിയില്ല. അള്ളാഹുവിന് ആ വിശേഷണമുണ്ട് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അവൻ റഹ്മാനാണ് റഹീമാണ് എന്ന് പറയുന്ന ഒരു അള്ളാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ എഴുതിക്കോ, ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് കരാർ എഴുതിക്കോ. കരാർ വെട്ടി. എന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുതി. മനസ്സിലായില്ലേ? എന്നിട്ടോ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് പകരം സ്വഹാബികൾ വിസമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആൾക്കാർ. അപ്പം നബി പറഞ്ഞു അങ്ങനെയല്ല, എഴുതാൻ പറഞ്ഞു, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞു. അതെഴുതി. അങ്ങനെ അടുത്ത വാചകം എഴുതി. ആരാണ് കരാർ എഴുതുന്നത്? സുമ്മ ഖാല ഹാദാ മാ ഖാദ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളയായ മുഹമ്മദ് നബിയും അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളും തമ്മിൽ ആ കരാർ. അപ്പോൾ മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതിയപ്പോൾ സുഹൈൽ പറഞ്ഞു, വല്ലാഹി ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹ് മാ സദദ്നാക അനിൽ ബൈത്തി വലാ ഖാതൽനാക വലാകിൻ ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്. അവർ മുഹമ്മദ് റസൂലുള്ളയാണെന്ന് അംഗീകരിച്ച പ്രശ്നമുണ്ടോ? പിന്നെന്തിനാ അവർ യുദ്ധം ചെയ്തത്? പിന്നെന്തിനാ അവർ നബിയെ പുറത്താക്കിയത്? മുഹമ്മദ് റസൂലാണ് എന്ന് അംഗീകരിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെന്താ പ്രശ്നം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ റസൂലാണ് എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറ്റൂല, ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് എഴുതിക്കൊന്ന് പറഞ്ഞു. സഹാബികൾ
അവർക്കിഷ്ടായില്ല. അള്ളാന്റെ റസൂലിനോടാണ് ഇത് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കരാർ എഴുതി. എന്താ കരാറ്? ഉംറ ചെയ്യാതെ മടങ്ങിപ്പോണം. ഉംറക്ക് വന്നവരാണ്, മടങ്ങിപ്പോണം. തീർന്നില്ല. ഇനിയുള്ള 2 വർഷം യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ മക്കയിൽ നിന്നൊരാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മദീനയിലേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കണം. അവരെ മുസ്ലിമാക്കാൻ പറ്റൂല. അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം ഒഴിവാക്കി മക്കയിലേക്ക് വന്നാൽ അവരെ അവരുടെ കൂടെ നിർത്തും. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ എല്ലാ നിലക്കും ഇസ്ലാമിനെതിരാണ് ആ കരാർ, എല്ലാ നിലക്കും. അങ്ങനെയാണ് സ്വഹാബികൾക്കൊക്കെ മനസ്സിലായത്. മഹാനായ ഉമർ അള്ളാഹു നബിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അലസ്ത നബി അല്ലാഹി ഹഖൻ, നിങ്ങൾ സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ? സത്യസന്ധമായ അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ? അപ്പൊ അദ്ദേഹം നബി പറഞ്ഞു, അതെ നബി, നമ്മൾ ഹക്കിലല്ലേ, നമ്മൾ സത്യത്തിലല്ലേ നബിയെ? ഉമർലാന് വൈകാരികമായി ചോദിക്കാണ്, നിങ്ങൾ അള്ളാന്റെ റസൂലാണ്, നമ്മൾ സത്യത്തിലാണ്, പിന്നെ എന്തിനാണ് ഈ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത് എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന്റെ പൊരുൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശാന്തരാകാൻ പറഞ്ഞു. മനസ്സോടെയാണ് ആ കരാറ് അവരൊക്കെ സ്വീകരിച്ചത്, വിശ്വാസികൾ സ്വീകരിച്ചത്. ഈ കരാർ എഴുതി. ആ കരാർ എഴുതിയ സമയത്താണ് അബൂജന്തൽ, കരാർ പൂർത്തിയായിട്ടില്ല, അബൂജന്തൽ മുസ്ലിമായി വരുന്നത്. സുഹൈലിന്റെ മകനാണത്. അപ്പോ കരാർ പൂർത്തിയായിട്ടില്ലല്ലോ, അതുകൊണ്ട് സുഹൈലിനെ മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ കേട്ടില്ല, അവര് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കരാറ് കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സ്വഹാബികളൊക്കെ ദുഃഖത്തിലാണ്. അവര് തഹല്ലുലായി, മുടി കളഞ്ഞ് അവര് മദീനയിലേക്ക് തിരിച്ചു പോകണം. അടുത്ത വർഷം വന്നിട്ട് ഉംറ ചെയ്യാം. അതുകൊണ്ട് അവർ തിരിച്ചു പോകണം തഹല്ലുലായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ഉൻസിലത് അലയ്യ ലൈലതൻ സൂറത്തുൻ ലഹിയ അഹബ്ബു ഇലയ്യ മിമ്മ തലഅത് അലൈഹി ശംസ്. നബി പറയാണ്, നിശ്ചയം ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു, അതാകട്ടെ എനിക്ക് സൂര്യൻ ഉദിച്ച ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടകരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി. ഏതായത്ത്? ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. മുസ്ലിങ്ങളായ ആളുകളെല്ലാവരും കരാർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അങ്ങേയറ്റം ദോഷകരമാണ് എന്ന് തോന്നിയ ആ കരാറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം എന്താ? നിങ്ങൾക്ക് വ്യക്തമായ വിജയം വന്നെത്തിയിട്ടുണ്ട്. ഇതൊരു ഫത്ഹാണ്, ഒരു വിജയമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരാറിലൂടെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. തീർച്ചയായും നിനക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വിജയമാണോ? അല്ല. പക്ഷെ അല്ലാഹ് പറഞ്ഞു അതൊരു ഫത്ഹാണ്, അതൊരു വിജയമാണ്, അതൊരു തുറവിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തീർപ്പുണ്ടാക്കണം. അവിടെ 2 വർഷക്കാല യുദ്ധമല്ല, അന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത് നടന്നു. പരിശുദ്ധ ഇസ്ലാം സജീവമായി ദഅവത്ത് നടന്നു. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം യുദ്ധമല്ല, പ്രശ്നങ്ങളില്ല, ഇസ്ലാമിക ദഅവത്തിനെ അവർക്ക് തടയാൻ പറ്റിയില്ല, കാരണം കരാറുണ്ട്. എങ്ങനെ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ മക്ക വിജയിച്ചടക്കുന്ന അവസ്ഥ ഉണ്ടായി. ഈ കരാറിന്റെ പിൻബലത്തിലാണ് പിന്നീട് ഇസ്ലാമിന്റെ വളർച്ചയുണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വിഭാഗങ്ങൾക്കിടയിൽ തീർപ്പുണ്ടാക്കിയത്. ഇതാണ് അല്ലാഹു ഫത്താഹാണെന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്താഹാണ്. ഇത് ദുനിയാവിലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി ഖിയാമത്ത് നാളിലും അല്ലാഹു എന്ത് ചെയ്യും? തീർപ്പുണ്ടാക്കും. നമ്മളത് പേടിക്കണം അല്ലെ? പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അവർക്കിടയിൽ അനീതി കാണിക്കാതെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പുണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് വഇദൽ വുഹൂഷു ഹുശിറത് എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, മൃഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാ മൃഗങ്ങളെയും, വന്യജന്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ്. എന്നിട്ട് അവർക്കിടയിൽ അള്ളാഹു നീതി കാണിക്കും. നമ്മൾ ആ വിഷയം വിശദീകരിച്ചു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എന്ത് ചെയ്യും? വിധികർത്താവാണ്. മനസ്സിലായോ? തീർപ്പ് കൽപ്പിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ. അതേപോലെ തന്നെ ഫത്താഹി എന്ന് പറയുന്ന പദത്തിന്റെ മറ്റൊരർത്ഥം എല്ലാ നന്മകളുടെയും ഹൈറുകളുടെയും വാതിലുകൾ തുറക്കുന്നവനാണ് അല്ലാഹു, വിധി തീർപ്പാക്കുന്നവനാണ് അല്ലാഹു. അതാണ് ഒരർത്ഥം. അതെന്താ നമുക്ക് മനസ്സിലായി. രണ്ടെന്താ? അല്ലാഹു എല്ലാ നന്മകളുടെയും ഹൈറുകളുടെയും വാതിലുകൾ തുറക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, മാ യഫ്തഹില്ലാഹു ലിന്നാസി ബിർറഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വലാ
വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. എന്താ അല്ലാഹു പറയുന്നത്? സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്താണ്. അല്ലാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ആരുമില്ല. അവൻ വല്ലതും പിടിച്ചു വെക്കുന്ന പക്ഷം അതിനുശേഷം അത് വിട്ടുകൊടുക്കാനും ആരുമില്ല. അവനത്രേ പ്രതാപിയും യുക്തിമാനും. അള്ളാഹു ഒരു കാരുണ്യം തുറന്നു വെച്ചാൽ അതിനടച്ചു വെക്കാനേ ഒരാൾക്കും പറ്റൂല. പടച്ചോൻ ഫത്താഹാണ്. അവൻ്റെ റഹ്മത്ത് അവൻ്റെ അടിമകൾക്കിടയിൽ എന്ത് ചെയ്യും? അവൻ തുറന്നു വെക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അവൻ റഹ്മത്ത് നൽകും. മനസ്സിലായോ? അപ്പം അള്ളാഹു ആരാണ്? അവൻ നന്മകളുടെയും ഹൈറുകളുടെയും വാതിലുകൾ തുറക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു സാധാരണ പൂട്ട് മിഫ്താഹ് എന്ന് പറഞ്ഞാൽ എന്താ? ചാവിയാണ് മിഫ്താഹ്. അതെന്തിനാ ഉപയോഗിക്കുക? തുറക്കാനാ ഉപയോഗിക്കുക അല്ലേ? മിഫ്താഹ് തുറക്കാനാ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ ഫത്താഹ്. നന്മയുടെയും ഹൈറുകളുടെയും വാതിലുകൾ തുറക്കുന്നവനാണ് പടച്ചോൻ. നാളെ പരലോകത്ത് വിശ്വാസികളിൽ പ്രതിസന്ധിയിലാണ്. എല്ലാ മനുഷ്യന്മാരും പ്രതിസന്ധിയിലാണ്. അവർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. പടച്ചോൻ വിചാരണക്ക് എടുക്കണില്ല. പല നബിമാരുടെ അടുക്കലേക്കും ആളുകൾ ചെന്നു, പലരും ചെന്നു. പക്ഷേ നബിമാരൊക്കെ ഞങ്ങൾ അള്ളാഹുവിനോട് പറയില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സുദീർഘമായി സുജൂദിൽ വീണ് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, പിന്നെ എഴുന്നേൽക്കൂ, നിന്റെ തല ഉയർത്തൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തിന്? വിചാരണക്കെടുക്കാനുള്ള അനുവാദം കൊടുക്കുകയാണ്. അള്ളാഹു പറയാണ്, എന്താ അള്ളാഹു പറയുന്നത്? ലം യഫ്തഹു അലാ അഹദിൻ ഖബ്ലി, ഞാൻ ഒരാൾക്കും ഈ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് നബിയോട് പറയാ, മുഹമ്മദ് ഇർഫഅ റഅസക സൽ തുഅതഹു ഇശ്ഫഅ തുശഫഅ. എന്താ നിങ്ങൾക്ക് ആവശ്യം? നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒരാൾക്കും അനുവാദം കൊടുത്തിട്ടില്ല. അവിടെ അള്ളാഹു അതിൻ്റെ ആ ചോദിക്കാനുള്ളൊരു വാതിൽ പടച്ചോൻ തുറന്നു കൊടുക്കുകയാണ്. അപ്പം നബി ചോദിക്കും, നബി പറയും, ഷഫാഅത്ത് നടത്തും, വിചാരണക്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മനസ്സിലായി? ഒരു നന്മയുടെ ഒരു ആശ്വാസത്തിൻ്റെ വാതിൽ മനുഷ്യർക്ക് അവിടെ ലഭിക്കുകയാണ്. പടച്ചോൻ വിചാരണക്കെടുക്കുകയാണ്. അതേപോലെ തന്നെ പാപമോചനത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നിട്ടിട്ടുണ്ട്. നബി പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സ്വഹീഹ ഹദീസാണത്. ഒരു മനുഷ്യൻ പകലിൽ തെറ്റ് ചെയ്താൽ അവൻ രാത്രി തൗബ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കിയിരിക്കുന്നതാണ്. അപ്പം തൗബയുടെ വാതിലുകൾ അള്ളാഹു രാത്രി തുറന്നിട്ടിരിക്കുകയാണ്. ഇനി രാത്രി ഒരാൾ തെറ്റ് ചെയ്താൽ പടച്ചോൻ പകലിൽ നോക്കുമെന്നാണ്. അവൻ പകലിൽ തൗബ ചെയ്യുന്നുണ്ടോ? തൗബയുടെ വാതിൽ പകലിലും അള്ളാഹു തുറന്നിട്ടിരിക്കുകയാണ്. അപ്പം നന്മയുടെ വാതിൽ അള്ളാഹു തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ നന്മയുടെ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ കാന സുലുസുൽ ലൈലി സുലുസുൽ ലൈലിൽ ബാഖി യഹ്ബിതുല്ലാഹ ഇല സമാഇ ദുനിയ സുമ്മ തുഫ്തഹു അബ്വാബുസ് സമാ. പിന്നെ അള്ളാഹു രാത്രിയുടെ ആ അന്ത്യയാമ അവസാനത്തെ സമയം, 1/3 അവസാന ഭാഗമാകുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു ആകാശത്തിൻ്റെ കവാടം തുറക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഹൽ മിൻ സായിലിൻ, ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? എന്നോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടോ? പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. ഏതുവരെ? ഫജ്ർ വരെ. അപ്പോൾ രാത്രിയുടെ ആ അവസാന സമയം റബ്ബ് ആകാശത്തിൻ്റെ കവാടം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്ന സമയമാണ്. ഒരു നന്മയുടെ വാതിൽ അള്ളാഹു അവിടെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം. പ്രാർത്ഥിച്ചോളൂ, പാപമോചനം തേടിക്കോളൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞോളൂ, പരിഗണിക്കാം. അതാണ് അള്ളാഹു ഫത്താഹാണ്. റബ്ബ് വാതിൽ തുറന്നു തരാണ് നമുക്ക്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ആ നന്മയുടെ വാതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ അസലഹു അസ്സലഹു. അപ്പോൾ സഹാബികൾ ചോദിക്കുക, യാ റസൂലല്ലാഹ് വമാ അസ്സലഹു? അപ്പോൾ നബി പറഞ്ഞു, യഫ്തഹു ലഹു അമലൻ സാലിഹൻ സുമ്മ യഖ്ബിദുഹു അലൈഹി എന്നാണ്. ഇതിന് സമാനമായ ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അള്ളാഹു ഒരു അടിമക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അവന് നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരം, അതാണ് പറഞ്ഞത്. യഫ്തഹു, അവൻ മരിക്കുന്നതിൻ്റെ മുൻപ് അവൻ എന്ത് ചെയ്യും? അമൽ സ്വാലിഹാത്ത് ചെയ്യാനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു കൊടുക്കും. അമൽ സ്വാലിഹാത്ത് ചെയ്യാനുള്ള അവസരം പടച്ചോൻ കൊടുക്കും. അപ്പം അള്ളാഹു അവനെ തുറന്നു കൊടുക്കുന്നവനാണ്, അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. മനസ്സിലായോ? അള്ളാഹു ഫത്താഹ എന്ന് പറഞ്ഞാൽ നന്മയുടെ വാതിലുകൾ തുറക്കുന്നവനാണ്, ഖൈറിൻ്റെ വാതിലുകൾ തുറക്കുന്നവനാണ്, റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നവനാണ് പടച്ചോൻ. നമുക്കതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് അത് അനുഭവിക്കുന്നവരെ നമുക്ക് പഠിക്കാൻ അവസരമാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്.
ഇത് കേൾക്കുന്ന നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വിവിധ വീടുകളിൽ, അടുക്കളകളിൽ, അല്ലേ, പല സ്ഥലത്തും നിന്നാണ് കേൾക്കുന്നത്. ഇതൊരു വാതിലല്ലേ, നന്മയുടെ വാതിൽ അല്ലാഹു നമുക്ക് തുറന്നു തരാണ്. പല ആളുകൾ ഇതിൽ ആരൊക്കെയാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത് പോലും എനിക്കറിയില്ല. ഏതൊക്കെയോ വീട്ടിലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കുന്നു, പല വീടുകളിൽ നിന്ന് പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. റബ്ബ് നമുക്ക് തന്ന നന്മയുടെ ഒരു വാതിലാണിത്. എത്ര കാലമായി നമ്മൾ ഈ മതപഠനം ആരംഭിച്ചിട്ട്, മതം പഠിക്കുന്ന ഈ വാതിൽ നമ്മൾ തുറന്നു വെച്ചിട്ട് എത്ര കാലമായി? റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിത് ഉപയോഗപ്പെടുത്തണം. ഖുർആൻ പഠിക്കാനുള്ള ക്ലാസ്സുകൾ, ഹദീസുകൾ പഠിക്കാനുള്ള ക്ലാസ്സുകൾ, സ്വതക്ക നിർവഹിക്കാനുള്ള അവസരങ്ങൾ, അല്ലെ, നന്മകൾക്ക് ഒരുപാട് വാതിലുകൾ അല്ലാഹു നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പൊ ആ നന്മയുടെ വാതിലുകൾ തുറക്കുന്ന ഫത്താഹായ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരാളെ കാണുമ്പോൾ അയാളുടെ പുഞ്ചിരിക്കാൻ ഒരവസരം കിട്ടിയാൽ റബ്ബ് നമുക്ക് നന്മ ചെയ്യാൻ തുറന്നു തരുന്നൊരവസരമാണത്. വഴിയിൽ ഒരു തടസ്സം കണ്ടാൽ റബ്ബ് അവിടെ നമുക്കൊരു അവസരം തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതെടുത്തു മാറ്റി അതിലൂടെ പുണ്യം നേടാനുള്ള ഒരു വഴി, ഒരവസരം റബ്ബ് നമുക്ക് നൽകുകയാണ്. മനസ്സിലായോ? ഒരു വിജ്ഞാനവേദിയുടെ ഒരു ക്ലാസിൻ്റെ, ഒരു ഖുർആൻ ക്ലാസിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ അതൊരു അവസരമാണ്. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യണം? അവസരങ്ങൾ റബ്ബ് നമുക്ക് വേണ്ടി തുറന്നു തരുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവൻ ഫത്താഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വുദു എടുത്തു. വുദു എടുത്തതിന് ശേഷം എന്ത് ചെയ്തു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി 8. അവന് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. ഫത്താഹായ റബ്ബന്തിയും വുദു എടുത്ത് വുദുവിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുന്നയാൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു കൊടുക്കും. എന്നിട്ട് എന്താ പറയാ? അവൻ ഇഷ്ടമുള്ളതിലൂടെ അതിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ആരാണ്? ഫത്താഹാണ്. വാതിലുകൾ തുറന്നു തരുന്നവനാണ്. പള്ളിയിൽ പ്രവേശിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അല്ലാഹുമ്മ അഫ്തഹ് ലീ, പടച്ചോനെ നീ എന്ത് ചെയ്യണം? എനിക്ക് തുറന്നു തരണം. അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. അപ്പൊ ഇതിന്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാഹു ഫത്താഹാണെന്ന് പറഞ്ഞാൽ ഒന്ന്, പടച്ചോൻ തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. തീർപ്പ് കൽപ്പിക്കുന്നവനാണ്. എന്താ നമ്മൾ പറഞ്ഞു? ദുനിയാവിലും പരലോകത്തും പടച്ചോൻ നീതിപൂർവം, പിന്നെ അതിലോടുകൂടെ അവൻ ഹാക്കിമാണ്. അല്ലാതെ മറ്റൊരു നാമമാണ് ഹാക്കിം. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ അല്ലാഹു കാരുണ്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ വാതിലുകൾ തുറന്നു തരുന്നവനാണ് ഫത്താഹ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരർത്ഥം അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു ഫത്താഹാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അൽ ഫത്താഹുല്ലദി യഫ്തഹു അബ്വാബുർ റിസ്ഖ്. റിസ്ഖിന്റെ വാതിലുകൾ അല്ലാഹു നമുക്ക് തുറന്നു തരും. റിസ്ഖിന്റെ വാതിലുകൾ അല്ലാഹു നമുക്ക്. എന്താ റിസ്ഖ്? എന്താ റിസ്ഖ്? പലതുണ്ട്. ഹിദായത്ത് റിസ്ഖാണ്, ഇൽമ് റിസ്ഖാണ്, ഭക്ഷണം റിസ്ഖാണ്. ഇതൊക്കെ റിസ്ഖാണ്. ഈ റിസ്ഖിന്റെ വാതിൽ തുറക്കുന്നവനാരാ? അല്ലാഹുവാണ്. ഫത്താഹായ അല്ലാഹുവാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 96-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. ആകാശത്തും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും. എന്താണ് ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? ഐ ഖതറസ് സമാഇ വനബാതൽ അർള് എന്ന പണ്ഡിതന്മാർ പറഞ്ഞു. തഫ്സീറുകളിൽ കാണാം, ആകാശത്ത് നിന്ന് പടച്ച മഴ വർഷിപ്പിക്കും. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാർ ആകാശത്ത് നിന്ന് മഴ വർഷിക്കും. മഴ ലഭിച്ചാൽ എന്ത് ചെയ്യും? അതിലൂടെ ഭൂമിയിൽ കൃഷി ഉണ്ടാകും, റിസ്ഖ് ഉണ്ടാകും. ഇതാർക്കാ കിട്ടുക? സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഫത്താഹായ റബ്ബന്തിയും റിസ്ഖിന്റെ കവാടം തുറക്കും. മനസ്സിലായോ? അല്ലാഹു റാസിഖാണ്, നമ്മളത് വിശദീകരിച്ചതാണ്. ആ റാസിഖായ റബ്ബ് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് റിസ്ഖിന്റെ കവാടം തുറക്കുന്ന ഫത്താഹാണ്. എല്ലാം തുറന്നു കൊടുക്കുന്ന അല്ലാഹുവാണെന്ത്? അവനാണ് ഫത്താഹ്. മനസ്സിലായില്ലേ? അല്ലാഹു റഹ്മത്തിന്റെ വാതിൽ തുറക്കും നമ്മൾ പറഞ്ഞു. അല്ലാഹു റിസ്ഖിന്റെ വാതിൽ തുറക്കും പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹു പിന്നെ ഖൈറുകളുടെ വാതിൽ തുറക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കാൻ, ആ വാതിലുകളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വയകൂനു മഅന അൽ ഫത്താഹു ഐലൻ അല്ലദീ യഫ്തഹു അബ്വാബർ റിസ്ഖി വറഹ്മതി ലിഇബാദതിഹി വയഫ്തഹുൽ മുൻഗലിഖു അലൈഹിം മിൻ ഉമൂരിഹിം വഅസ്ബാബിഹിം വയഫ്തഹു ഖുലൂബുഹും വഉയൂന ബസായിരിഹിം
ലിയുബ്സിറുൽ ഹഖ്. എന്താ അദ്ദേഹം പറയണറിയോ? അള്ളാഹു തൻ്റെ അടിയാറുകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നവനാണ്. അതാണ് ഫത്താഹ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദാസന്മാർക്ക്, അവൻ്റെ അടിമകൾക്ക് ഉപജീവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കവാടങ്ങൾ തുറക്കുന്ന അള്ളാഹു, അതും ഫത്താഹാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സത്യം കാണുവാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളും അവരുടെ അകക്കണ്ണുകളും അവൻ തുറക്കും. അതാണ് അതിലെ പോയിന്റ്. പടച്ചോൻ റിസ്ക് നൽകും, നമുക്കറിയാം. പടച്ചോൻ നന്മയുടെ വാതിൽ തുറന്നു നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തു? അവൻ വിധി തീർപ്പാക്കുന്ന ഫത്താഹാണെന്ന് മനസ്സിലായി. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹു സത്യം കാണാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളും അവരുടെ അകക്കണ്ണുകളും അള്ളാഹു തുറക്കുന്നതാണ്. എത്ര സുന്ദരമായൊരു പ്രയോഗം എന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ലതിക്കാരിയായിരുന്ന, പിന്നെ പലതരത്തിലുള്ള ജാഹിലിയത്തിൽ പലതരത്തിലുള്ള ജീവിതം നയിച്ച ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഹൃദയം പടച്ചോൻ തുറന്നു. ഫത്താഹായ റബ്ബ് ആ ഹൃദയം തുറന്നു കൊടുത്തു. അദ്ദേഹം ആരായി മാറി? ഏറ്റവും നല്ല ഭരണാധികാരിയായി മാറി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയായി മാറി. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ സുഹൈൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈബിയയിൽ വെച്ച് നബിയെ, നിങ്ങൾ നബിയാണ് എന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ സുഹൈൽ പിന്നീട് ആരായി മാറി? മുസ്ലിമായി മാറി. അള്ളാഹു എന്ത് ചെയ്തു? ഹൃദയം തുറന്നു കൊടുത്തു. ഈമാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കണ്ണ് തുറന്നു പടച്ചോൻ. ഇസ്ലാമിൻ്റെ പിന്നെ എന്താ പറയുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ചിരുന്ന പല ആൾക്കാരും, എത്രയോ ആളുകൾ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പല ആളുകൾ അവരെന്ത് ചെയ്തു? അവർ പിൽക്കാലഘട്ടങ്ങളിൽ അവർ ഇസ്ലാമിലേക്ക് വന്നു. അവർ ദീന് മനസ്സിലാക്കി. അള്ളാഹു എന്ത് ചെയ്തു? അവരുടെ ഹൃദയങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്തു. അതാണ് അള്ളാഹു ഫത്താഹാണെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകളുണ്ട് ദീനിൻ്റെ വെളിച്ചം ലഭിക്കാത്ത ആളുകൾ. നമ്മൾ പ്രാർത്ഥിക്കണം, ഫത്താഹായ റബ്ബേ, ഫത്താഹായ നാദ, അള്ളാഹുവേ, അവരുടെ ഹൃദയം നീ എന്ത് ചെയ്യണം? ഈമാന് കൊണ്ട് നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ ഉമ്മമാരുണ്ടാകും, നമ്മുടെ കുടുംബത്തിൽ ബാപ്പമാർ, പല ആളുകളും ഈ തൗഹീദിൻ്റെ വെളിച്ചം കിട്ടാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നവൻ ആരാണ്? അവരുടെ ഹൃദയങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അപ്പം അള്ളാഹു ഫത്താഹാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ തലങ്ങൾ, ഏതൊക്കെ തലങ്ങളിലൂടെ അതിനെ നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊരർത്ഥം, പരീക്ഷണങ്ങളുടെ വാതിലുകളും പടച്ചോൻ തുറക്കും. അതും ഉണ്ട് ഇതിൽ. അള്ളാഹു ഫത്താഹ എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ, നന്മയുടെ മാത്രമല്ല, ഖൈറിൻ്റെ മാത്രമല്ല, അതേപോലെ തന്നെ ഹിദായത്തിൻ്റെ മാത്രമല്ല. അള്ളാഹുവിനെ മറക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ മറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പടച്ചോൻ അദാബുകൾ ഇട്ട് തരും, പരീക്ഷണങ്ങൾ തരും. فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു, അങ്ങനെ അവരോട് ഉത്ബോധിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ മറന്നു കളഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് നൽകപ്പെട്ടതിൽ അവർ ആഹ്ലാദം കൊണ്ടപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. പരീക്ഷണങ്ങൾ, ശിക്ഷകൾ നൽകിയിട്ടുണ്ടാകും, ബുദ്ധിമുട്ടുകൾ നൽകിയിട്ടുണ്ടാകാം. അതേപോലെ തന്നെ സൗകര്യങ്ങൾ തന്നിട്ടും എന്ത് ചെയ്യും? പരീക്ഷണങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ റഅയ്ത അല്ലാഹു യുഅതിൽ അബ്ദ മിന ദുനിയ അലാ മആസിഹി മാ യുഹിബ്. ഒരു അടിമ തെറ്റ് ചെയ്യുന്നവനായിരിക്കെ, ഒരാൾ അയാളിങ്ങനെ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, തെറ്റാ ചെയ്യണല്ലോ, അയാൾക്കറിയാതെ. ഇപ്പം നമ്മുടെ അവസ്ഥ നമുക്കറിയാലോ. അങ്ങനെ ആ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അയാൾ ഇഷ്ടപ്പെടുന്ന എല്ലാം പടച്ചോൻ അയാൾക്ക് നൽകുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? ഒരാളിങ്ങനെ തിന്മ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്, അയാൾക്കറിയാം. വേറെയുള്ള ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ അയാൾ നല്ല ആളേക്കാരം, പക്ഷെ അയാൾക്കറിയാം അയാൾ തെറ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആൾക്ക് അള്ളാഹു നന്മകൾ ചെയ്യുന്നുണ്ട്. അത് നീ കാണുകയാണ് എങ്കിൽ, നീ അത് മനസ്സിലാക്കുകയാണെങ്കിൽ നീ അറിഞ്ഞോ, അള്ളാഹുവിനെ ഘട്ടം ഘട്ടമായി പിടിക്കുകയാണ്. അല്ലേ? ഞാൻ ഇത്രയൊക്കെ തോന്നിയാസം കാട്ടിയിട്ടും പടച്ചോൻ ഇന്നെ ഭയങ്കര ഇഷ്ടമാണെന്നല്ല, പടച്ചോൻ നമ്മളങ്ങനെ ഒന്ന് അഴിച്ചു വിടുകയാണ്. പടച്ചോൻ നമ്മളൊരു പിടുത്തം പിടിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലായി? അപ്പോൾ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു എന്ത് ചെയ്യും? അവൻ അദാബുകൾ നൽകാം, അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു നിന്നിട്ട് അള്ളാഹുവിനെ മറന്നാൽ അവൻ നമ്മളെ പിടികൂടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി പറഞ്ഞു, ഇന്ന മിനന്നാസി മഫാത്തിഹ ലിൽ ഖൈരി മഗാലിഖ ലിശ്ശർ. ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവർ നന്മയുടെ വാതിലുകൾ തുറന്നു വെച്ച ആൾക്കാരാണ്. അതേപോലെ തന്നെ ഷർറിൻ്റെ വാതിലുകൾ അടച്ചു വെച്ച ആൾക്കാരാണ്.
അതേപോലെ തന്നെ നന്മയുടെ വാതിലുകൾ അടച്ചു വെച്ച, തിന്മയുടെ വാതിലുകളിലൂടെ അത് തുറന്നു വെച്ച ആൾക്കാരുണ്ട് മനുഷ്യന്മാരിൽ. നന്മയുടെ വാതിലുകൾ അടച്ചു വെച്ചു, തിന്മയാണ് അവരുടെ ജീവിതത്തിൽ. വേറെ ചില ആൾക്കാരോ നന്മ മാത്രമാണ്, തിന്മകളൊന്നും. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. നല്ലത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മോശമായത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ്. എന്നിട്ട് പറയാ ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. ആർക്കാണോ പടച്ചോൻ നന്മയുടെ വാതിലുകൾ തുറന്നു വെച്ചത് അവർക്ക് മംഗളാശംസകൾ, അവർക്ക് മംഗളാശംസകൾ. വൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹ ശർരി അലാ യദൈഹി. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയുടെ വാതിലുകൾ തുറന്നു വെച്ചത് അവർക്ക് നാശം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചോളി, പടച്ചോൻ നമുക്ക് തുറന്നു തന്ന വാതിലേതാണ്? അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് നൽകിയത് എങ്കിൽ നിരാശരാകാതെ ആ നന്മയുടെ വാതിലിലൂടെ അതിവേഗം നമ്മൾ ഓടുക, തിന്മയുടെ വാതിലുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അള്ളാഹു അങ്ങനെ നന്മയുടെ വാതിലുകൾ ചില ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടെന്നാണ് മഹാനായ ഹക്കീം ഇബ്നു ഉമൈർ അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഫുതിഹ ലഹു ബാബു ഖൈരിൻ ഫൽ യൻതഹിസുഹു ഫഇന്നഹു ലാ യദ്രി മതാ യുഗ്ലഖ് അൻഹു എന്നാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും നന്മയുടെ ഒരു വാതിൽ അള്ളാഹു തുറന്നു തന്നിട്ടുണ്ട് എങ്കിൽ ആ വാതിലുകളെ ഉപയോഗപ്പെടുത്തിക്കോളി. എപ്പോഴാണ് ആ വാതിൽ അടയാന്ന് ആർക്കും പറയാൻ പറ്റൂല. മനസ്സിലായി? ഇന്ന് രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം കാഫിറാകാം, വൈകുന്നേരം വഴികേടിലാകാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താ? കള്ളപ്രവാചകന്മാരാണ്. കള്ളപ്രവാചകൻ മുസൈലിമയെ പോലെ കള്ളപ്രവാചകന്മാരാ. ആ കള്ളപ്രവാചകനെ നേരിടാൻ വേണ്ടി പോയ ആളാ റജ്ജാൽ എന്ന് പറയുന്ന ആള് അല്ലേ? ആ കള്ളപ്രവാചകനെ ഞാൻ ശരിയാക്കും, ഞാൻ അയാളെ സത്യത്തിലേക്ക് കൊണ്ടുവരും, ഞാൻ അയാളുമായി കൊണ്ട് സംവദിക്കുന്നു പറഞ്ഞ് അയാളെ തിരുത്താൻ വേണ്ടി പോയ ആളാ റജ്ജാല്. റജ്ജാലിന്റെ അവസ്ഥ എന്തായിരുന്നു? റജ്ജാൽ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള സൗകര്യങ്ങൾ കണ്ടു, അവിടെയുള്ള കൊട്ടാരം കണ്ടു, അവിടെയുള്ള ദുനിയാവിൻ്റെ ആഡംബരങ്ങൾ കണ്ട് അതിലേക്ക് ആകൃഷ്ടനായി കള്ളപ്രവാചകനായി മാറുക, കള്ളപ്രവാചകൻ്റെ അനുയായിയായിട്ട് മാറുകയാണ്, ഇസ്ലാമിൻ്റെ ശത്രുവായിട്ട് മാറുകയാണ്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ദീന് മനസ്സിലാക്കിയ ആള്, ദീൻ ഉൾക്കൊണ്ടയാള്, അബൂബക്കറിന്റെ ഭരണകാലഘട്ടത്തിൽ കള്ളപ്രവാചകനായ മുസൈലിമയെ നേരിടുമെന്ന് പറഞ്ഞ ആള്, അയാളെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? അയാളുടെ കൂടെ കൂടുന്നത്. പടച്ചോനെ, നന്മയുടെ വാതിൽ തുറന്നു വെച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാൻ, ഇസ്തിഖാമത്തോടു കൂടെ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ പ്രാർത്ഥിക്കുക. ആ വാതിലുകൾ നമുക്ക് തുറന്നു തരുന്ന ഫത്താഹായ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ നാമം ഉപയോഗിച്ച് നിരന്തരം പ്രാർത്ഥിക്കുക. പടച്ചോനെ, നീ വിധി കൽപ്പിക്കുമോ, നീ തീർപ്പുണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളെ അപകടത്തിലാക്കരുതേ നാഥ എന്ന് നമ്മൾ ദുആ ചെയ്യണം. എല്ലാ നന്മയുടെയും വാതിലുകൾ പടച്ചോനെ ഞങ്ങൾക്ക് നീ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കണം. നിന്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ ഫത്താഹായ റബ്ബേ നീ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ റിസ്ഖിന്റെ വാതിലുകൾ, അത് ഭക്ഷണം മാത്രമല്ല, അതിൽ ഹിദായത്തുണ്ട്, ഇൽമുണ്ട്, അതിൻ്റെ എല്ലാ വാതിലുകളും ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കണം. നന്മ ചെയ്യാൻ ലഭിക്കുന്ന അവസരങ്ങൾ കാണുമ്പോൾ ഇത് റബ്ബ് നമുക്ക് വേണ്ടി തുറന്നു തന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കി ആ നന്മയുടെ വാതിലിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.